വചനമൊഴി ഫെബ്രുവരി 25. വചനഭാഗം 1 തിമോത്തി 6:17-21, ലൂക്കായുടെ സുവിശേഷം 12:13-21. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ നയിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യം സമ്പത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ സമ്പന്നനാകുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന കാര്യമാണ്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലൂടെ നൽകുന്ന ഉപദേശം, സമ്പത്തിൽ അഹങ്കരിക്കരുത്, അതിൽ ആശ്രയിക്കരുത്, പകരം നല്ല പ്രവൃത്തികളിൽ സമ്പന്നരാകുക, ദാനശീലരാകുക, പങ്കിടാൻ തയ്യാറാകുക എന്ന കാര്യങ്ങളാണ്. ലൂക്കാസ്ലീഹയുടെ സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് മൂഢനായ ധനികന്റെ ഉപമയാണ്. വളരെ സമ്പത്ത് ആർജിച്ച ആ മനുഷ്യൻ, എന്റെ ആത്മാവെ നീ ഇപ്പോൾ വിശ്രമിക്കൂ എന്ന് സ്വയം പറയുന്നു. എന്നാൽ ദൈവം അവനോട് പറയുന്നു, ഇന്ന് തന്നെ നിന്റെ ജീവൻ ആവശ്യപ്പെടും. ഇന്നത്തെ തിരുവചനം നൽകുന്ന തിരിച്ചറിവ്, നാം ശേഖരിക്കുന്നതെല്ലാം ഈ ലോകത്തേക്കുള്ളതാണ്, നാം ചെയ്യുന്നതാണ് ശാശ്വതമായി നിത്യമായി ഉള്ളത്. സമ്പത്ത് താൽക്കാലികമാണ്, ദാനവും സ്നേഹവും നിത്യമാണ്. ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് ആത്മീയ മൂഢതയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ തിരുവചനം നമ്മോട് ചോദിക്കുന്നു, ഞാൻ സമ്പത്ത് ശേഖരിക്കുന്നതിനോടൊപ്പം നന്മയും ശേഖരിക്കുന്നുണ്ടോ? നന്മയിൽ വളരുന്നുണ്ടോ? എന്റെ ജീവിതം ദൈവത്തെക്കാൾ വസ്തുക്കളെ ചുറ്റിപ്പറ്റിയാണോ നിൽക്കുന്നത്? ദൈവത്തിൽ സമ്പന്നനാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൽ സമ്പന്നനാകുക എന്നത് കരുണയിൽ സമ്പന്നനാകുക, ദാനത്തിൽ സമ്പന്നനാകുക, സ്നേഹത്തിൽ സമ്പന്നനാകുക എന്നതാണ്. ഈ നോമ്പുകാലം ആത്മപരിത്യാഗത്തിലൂടെ നമ്മെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട്, വസ്തുക്കളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ നിറയുവാനുള്ള അവസരമായി നമുക്ക് കാണാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.